ഞാൻ ആ ടീച്ചറിനെ കുറിച്ചല്ല പറഞ്ഞത്. ആ എനിക്ക് അനിമൽ ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ആ ടോക്സിക്കിന്റെ ടീച്ചറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ഞാൻ ആ ടീച്ചറിനെ കുറിച്ച് ഒരിക്കലും ആ സിനിമയെ ആ കുറിച്ചോ ടീച്ചറിന്റെ മേക്കറിനോടാണ് ഞാൻ മേക്കറിനോട്. ഞാൻ ആ മേക്കറിനോടുമല്ല പറഞ്ഞത്. നമ്മള് അത് ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് എന്താണ് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് ആ ഞാൻ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അത് അതിനെ ഞാൻ ആ മേക്കറിന്റെ ക്രിയേറ്റിവിറ്റിയോ ഒന്നും ഞാൻ ഐ റെസ്പെക്ട് ഹർ ആസ് എ ഫിലിം മേക്കർ. ഐ ലൈക്ക് ഹർ ഫിലിംസ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ. അതിനെക്കുറിച്ചൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ആ അതിനെ സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ഉം. ആ അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ. അതിനെ കോണ്ടന്റ് അല്ല വിഷയം. ഞാൻ കോണ്ടന്റ് ഒരു ഹൗ എവർ യു വോണ്ട് മേക്ക് ദ കോണ്ടന്റ് അത് നമുക്കിവിടെ ചെയ്യാം. അതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നത്. ബിക്കോസ് ഈവൻ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ടോക്സിക്സ് ഓർ ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ ഇറ്റ് ആർ വെരി ക്ലോസ് ടു ഐ നോ ദം പേഴ്സണലി. ഓ ഫൈൻ ഫൈൻ ഫൈൻ. ഐ നോ ദം പേഴ്സണലി. ഞാൻ ആ സിനിമയെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അത് വളരെ നല്ലൊരു സിനിമയാവട്ടെ, നല്ലൊരു സിനിമ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ നോ അങ്ങനെ ആ സിനിമയുടെ ജോണർ അതാണ്. ഇപ്പൊ KGF പോയിട്ട് നമ്മൾ കോമഡി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതേപോലെ അനിമൽ സിനിമ അതിനെല്ലാം അതിൻ്റെതായ സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ആ സിനിമയുടെ അതിന്റെ ഒരു ചർച്ച വന്നപ്പോൾ certain group or certain a collective of people who were involved in various other controversies in the past came up with some double standard statements. Okay, fine. Which I am against. Okay. അല്ലേ? Yes. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എന്താ പറയണേ. മുമ്പുള്ള കാലത്ത് പറഞ്ഞിരുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാനിപ്പോ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് ഇതേ ഒരു ഗ്രൂപ്പില് ഒരാള് കുമ്പളങ്ങി നൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കുമ്പളി നൈറ്റ്സിന് എത്രയോ പേര് വളരെ നല്ല സിനിമ മലയാള സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചൊരു സിനിമയാണ് കുമ്പളങ്ങി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് എന്തോ പറയുന്നത് കിട്ടും. അതായത് ഒരു അലങ്കോലമായി കിടക്കുന്ന ഒരു വീട്ടിലേക്ക് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ അതും സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞത് ഈ കളക്റ്റീവില് ഒരാൾ പറയുന്നത് കേട്ട്. അതെന്ത് അപ്പൊ എങ്ങനെയാണ് നമ്മളിത് കാണിക്കേണ്ടത്? വളരെ നല്ല രീതിയിലാണ് അതില് അല്ലേ കാണിച്ചിരിക്കുന്നത്. അതിനെപ്പോലും വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും എന്നാൽ വേറൊരു രീതിയിൽ അവര് ചെയ്യുമ്പോൾ അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലാതെ മാറുന്ന ഒരു കാര്യത്തിലെയാണ് ഞാൻ അതിനെ വിമർശിച്ചത്. അല്ലാതെ സിനിമയെ കുറിച്ച് ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗില് ആളുകൾക്ക് വലിയ പ്രതീക്ഷയും വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചില വിമർശനങ്ങളും ചില ഇപ്പൊ MMT എന്ന് വിളിക്കുന്നതോ പുതിയ കാലത്തെ MT ആണെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ബാക്ക്ലാഷസ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഹോപ്പ് ചെയ്യുന്നു. ആരാണ് ഇവിടെ വിമർശനങ്ങൾക്ക് അതീതനായിട്ടുള്ളത്? എല്ലാവർക്കും ആ ഫേസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കണം. നേരത്തെ എന്നോട് ചോദിച്ചിട്ടില്ലേ എനി റിഗ്രറ്റ്സ്? നോ റിഗ്രറ്റ്സ് എന്ന് പറയുന്ന അന്ന് നമ്മൾ പണ്ട് എൻ്റെ അടുത്ത് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞ് വെൻ യു ബിക്കം എ സെലിബ്രിറ്റി ഓർ വെൻ ബിക്കം എ പബ്ലിക് ഫിഗർ നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചെടുക്കണം. ഓഡിറ്റ് ചെയ്യപ്പെടും. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്താലും അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് വേറെ രീതിയിലായിരിക്കും. നമുക്കത് പോയി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ ഇതിലും എങ്ങനെ പോയി കറക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ അതിന്റെ കാരണം നമ്മളൊരു ചട്ടക്കൂട്ടിനകത്താണ് അപ്പൊ നിൽക്കേണ്ടി വരിക. അതുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോരുത്തരും നമ്മൾക്ക് വിമർശനങ്ങൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ അടിയിൽ വരുന്ന കമന്റുകൾക്ക് ഒരു കണക്ഷനും ഉണ്ടാവില്ല. നമ്മളെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. പക്ഷെ ഇതെങ്ങനെ പോയി കറക്റ്റ് ചെയ്യും? ഇത് എങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കും? ചിലവർ ഫ്രസ്ട്രേഷനിൽ തെറി വിളിക്കുന്നതാണ്. ബിക്കോസ് അത് ടോട്ടലി വ്യത്യാസമായിട്ടുള്ള നമ്മൾ ആരാണോ നമ്മൾ അതല്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് ആ പ്രതിഷ്ഠയുടെ പുറത്ത് പിന്നെ ചർച്ച നടക്കുന്നു. അതായത് ഇപ്പം ഒരാളുടെ ഒരിക്കലും ഇല്ലാത്ത ഒരു സ്റ്റോറിയിലേക്ക് ആരോ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അതൊരു സ്റ്റോറി ആയിട്ട് എവിടെയോ കിടക്കുന്നു. അതിന്റെ പേരിൽ ചർച്ച നടക്കുന്നു. അതിന്റെ പേരിൽ വേറൊരു സ്റ്റോറി ഡിറൈവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ റൂട്ട് കോഴ്സ് എവിടെ പോയി ഇതൊക്കെ കറക്റ്റ് ചെയ്യും നമ്മളൊക്കെ. അതുകൊണ്ട് ഇപ്പൊ മിഥുൻ മാനുവൽ തോമസിനെ വിമർശിക്കുന്നു. അത് മിഥുൻ പറഞ്ഞു
MMT ആയിട്ട് കമ്പയർ അല്ല കമ്പയർ അല്ല, ചെയ്യാൻ വേറൊരാളുടെ വാക്കുകളാണ് അതെനിക്ക് വന്നത്. യെസ് യെസ്. അത് വേറെ ആരോ വ്യാഖ്യാനിച്ചതാണ്. മിഥുൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മിഥുൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്ന ഒരാളുമല്ല. അതിനെക്കുറിച്ച് എവിടെയൊക്കെയോ നടന്ന ചർച്ചകളിൽ ആ ചർച്ചകളെ ബേസ് ചെയ്ത് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു യെസ് യെസ്. അല്ലേ? അതിന് ഞാൻ എന്തുത്തരം പറയാനാണ്? കാരണം എനിക്ക് മിഥുനെ വ്യക്തമായിട്ട് അറിയാം. മിഥുനെ എത്രയോ വർഷമായിട്ട് അറിയാം. മിഥുനെ ആദ്യമായിട്ട് അപ്പൊ 10, 12 വർഷമായിട്ട് അറിയാവുന്ന മിഥുൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്താൽ ഞാനും മിഥുനോട് ചിരിക്കും. ഇതിനറിയോ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന്? ഇതൊക്കെ നമ്മൾ നോക്കാൻ പോയാൽ നമ്മൾ എന്തൊക്കെ ഇപ്പൊ ഒരു സമയം കഴിയുമ്പോണ്ടല്ലോ ആ. നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും വിമർശനങ്ങൾ അത് പിന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് ഇഷ്യൂസ് ബേസിക് അതിന്റെ പുറത്ത് ചർച്ചകൾ അതിന്റെ പുറത്ത് കാര്യങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട അതിന്റെ പുറത്ത് ചർച്ചകൾ കഴിവതും ഇപ്പം ഇട്ട് ഇതായിരുന്നു. പക്ഷെ നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മളങ്ങ് പ്ലാസ്റ്റിക് ആയി മാറും. ഇതൊന്നും നമ്മളെ എഫക്ട് ചെയ്യാത്ത. അഫക്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടും. ഞാൻ ഓൾമോസ്റ്റ് എത്തി. ബിക്കോസ് നമുക്ക് അതിലൊക്കെ വലിയ കാര്യങ്ങൾ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങ് ചിരിക്കുക. ഇങ്ങനെ എന്താ ഇപ്പൊ പറയാല്ലാണ്ട് നമുക്ക് നമ്മള് പ്ലാസ്റ്റിക് ആയി മാറും. നമ്മൾ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കോർ ഏരിയ എന്നാണോ നമ്മുടെ ഫോക്കസ് അതിൽ നമ്മൾ വിജയിച്ച് നിന്നാൽ ഇത് നമ്മളുടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ മോശമാവുമ്പോൾ ഇതെല്ലാം കൂടെ കയറി അതിനകത്തോട്ട് വരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ളു. ആർക്കാണ് ഇവിടെ മിസ്റ്റേക്സ് പറ്റാത്തത്? ഇതിന്റെ റൈറ്റിംഗിൽ ആട് 3 ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ? സ്പോയിലേഴ്സ് ഇല്ലാതെ പറയുകയാണെങ്കിൽ. അല്ല ദ വേ ഹി വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ വളരെ അതിന് വളരെ ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിഥുൻ അത് ട്രീറ്റ് ചെയ്ത് വിട്ടു. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിനായകൻ എന്ന് പറയുന്നത് ഇന്ന് ഒരു നാഷണൽ സ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് തമിഴ് സിനിമയുണ്ട്, തെലുങ്ക് സിനിമയുണ്ട്, അതുണ്ട്. മറ്റുള്ള ഇപ്പം സൈജു കുറുപ്പാണെങ്കിൽ കൂടെ ആട് 1 ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സൈജു കുറുപ്പല്ല ഇന്ന് നായക നടനാണ്. ഏറ്റവും ബിസി ആയിട്ടുള്ള നായക നടനാണ്. അപ്പം സൈജുവിന് 3 പടം മാറ്റി വെക്കേണ്ടി വരും ആടിന് ഡേറ്റ് തരണമെങ്കിൽ. അപ്പൊ അത്രയും ദിവസം നമുക്ക് എടുക്കാന്നുള്ള ഒരു ചലഞ്ച് വിനായകൻ്റെ സൈജുണ്ട്. ഇപ്പം ഇതിനകത്തുള്ള ഓരോ ആക്ടേഴ്സും ഇപ്പൊ കോമഡി അപ്പം ഇന്ദ്രൻ സേട്ടൻ ഇന്ന് 1 ഇറങ്ങിയപ്പോഴോ 2 ഇറങ്ങിയപ്പോഴുള്ള ഇന്ദ്രൻ സേട്ടൻ അല്ല ഹോം കഴിഞ്ഞിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ അല്ലേ? ഇന്ദ്രൻ സേട്ടൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ അല്ലെങ്കിൽ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു നടനാണ്. അത്രയും തിരക്കുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? ഇന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ മുടി ഫ്രണ്ടിൽ നിന്ന് ഷേവ് ചെയ്താൽ മാത്രമേ ആ ബിഗ് വെക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം ആടിന്റെ ഷൂട്ട് കഴിയാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇന്ദ്രൻ ചേട്ടൻ പേട്രിയോട്ടിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ദ്രൻ ചേട്ടനെ ഫുൾ പ്രോസ്തറ്റിക്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ പ്രോസ്തറ്റിക്സിലാണ്. അപ്പൊ പിന്നെ ചെലവ് കൂടാണ്. അല്ല, ചെലവ് കൂടുന്ന മാത്രമല്ല, അതിന്റെ ടൈം ലൈൻസ് ഉണ്ട്. നമ്മൾ പ്രോസ്തറ്റിക്സ് ചെയ്യുമ്പോൾ ആട് ഔട്ട്ഡോർ ആയതുകൊണ്ട് ഒരു 3 hours കൂടുതൽ നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ 3 hours ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം അദ്ദേഹത്തിന് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ ഉടനെ AC യിൽ കൊണ്ടിരുത്തുക, വിയർക്കാതിരിക്കാനും നോക്കുക. അപ്പൊ അതും മാനേജ് ചെയ്യണം.